പ്രൈസലോ ഹല്ലേലൂയ. ദൂരത്തും ചാരത്തുമായി ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടും കരമടിച്ച് ദൈവത്തിന് സ്തുതിച്ച ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസത്തേക്കാളിലൊക്കെ പ്രകൃതിക്ക് വലിയ മാറ്റങ്ങൾ വന്ന് കടലും കറുത്തു, കാർമേഘവും കറുത്ത് കടലൽപ്പം കരയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന ഈ പ്രതികൂല സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ അത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ഓരോ അനുഭവങ്ങളും ഓരോ സാഹചര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് നിങ്ങൾക്കെല്ലാ കാലത്തും അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് സങ്കീർത്തനം 125 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്ന് അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ, അപ്പോൾ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലായിരുന്നാലും യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഒരിക്കലും കുരുങ്ങിപ്പോകാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രതികൂലത്തെ കണ്ട് തകർന്നു പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്, പ്രതികൂലത്തെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പം ദൈവവചനം വായിക്കുമ്പോൾ നമുക്കങ്ങ് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഒരിക്കലും ഒരു കഥ ഇങ്ങനെ വായിച്ചു. ഒരു വലിയ മലയടിവാരത്തിൽ ഒരു ക്രൈസ്തവ കുടുംബം, ക്രിസ്ത്യ ഭക്തൻ, അദ്ദേഹത്തെ മക്കളുമായി പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ എല്ലാ ദിവസവും ആ വീടിൻ്റെ മുറ്റത്ത് ഉള്ള ഒരു വലിയ ദേവദാരുവിൻ്റെ ചുവട്ടിൽ പോയിരുന്ന ദൈവവചനം ധ്യാനിക്കുമായിരുന്നു. അദ്ദേഹം അങ്ങനെ ദിനംതോറും ചെയ്തുകൊണ്ടിരുന്നു. ആ ദേവദാരുവിന് ചുറ്റും വളരെ മനോഹരമായ റോസപ്പൂ ചെടികളും മറ്റ് വൃക്ഷങ്ങളും മറ്റ് ചെടികളുമൊക്കെ നിറഞ്ഞ് വളരെ സൗരഭ്യം വീശുന്നൊരനുഭവം. ഒന്നുകൂടെ ചിന്തിച്ചാൽ ഒരു സ്വർഗസമാനമായ അനുഭവമായിരുന്നു ആ വീടിൻ്റെ ചുറ്റിനും. അങ്ങനെ ആ ഭക്തൻ എല്ലാ ദിവസവും അവിടെ പോയി ദൈവവചനം വായിക്കും. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയും, 500 തൊട്ട് 1000 വർഷം വരെ പഴക്കമുള്ള ഈ ദേവദാരു ആമി എനിക്ക് തണൽ വീശുന്നല്ലോ. അനവധി പക്ഷികളും പർവ്വജാതികളും ഈ ദേവദാരുവിൽ വന്നിരുന്ന് വിശ്രമിക്കുകയും ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ ഹല്ലേലൂയ, ഈ ദേവദാരുവാണ് തണൽ വീശുന്നത് എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. അങ്ങനെ അദ്ദേഹം ആ ദേവദാരുവിനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് നോക്കി. അദ്ദേഹം ഭവനത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് തണൽ വീശുന്നത് ഈ ദേവദാരുവല്ല, ഹല്ലേലൂയ, എനിക്ക് തണലായി മാറുന്നത് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളുമാണ്. അങ്ങനെ അദ്ദേഹം ആ വിധത്തിലൂടെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ നാളുകൾ അദ്ദേഹം തനിക്ക് തണൽ തരുന്ന താങ്ങായി നിൽക്കുന്ന മാതാപിതാക്കളിൽ ആശ്രയിച്ചു. അങ്ങനെ വീണ്ടും വീണ്ടും ദിവസങ്ങൾ തള്ളി നീക്കി. ഹല്ലേലൂയ. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു ചിന്ത വന്നു. 500 തൊട്ട് 1000 വർഷം വരെ ഹല്ലേലൂയ ആയുസ്സുള്ള ദേവദാരു, ഒരു ദിവസം ഈ ദേവദാരും കടപുഴകി അല്ലെങ്കിൽ മറിഞ്ഞു വീഴുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് ഈ ദേവദാരു തന്ന തണലും എല്ലാം എനിക്ക് നഷ്ടമാകും. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി, ദേവദാരുവിൽ ആശ്രയിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതവും. അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളുമെല്ലാം ഈ 1000 വർഷം പഴക്കമുള്ള ദേവദാരു വീണതുപോലെ ഒരു ദിവസം അപ്പനും അമ്മയും എല്ലാം സഹോദരങ്ങളും എല്ലാം മാറിപ്പോകും. പിന്നെ അദ്ദേഹത്തിന് താങ്ങും തണലുമായുള്ളത് യഹോവയായ ദൈവം മാത്രമാണെന്ന് ആ മനുഷ്യൻ ഉറച്ചു വിശ്വസിച്ചു. അവിടെയാണ് ഈ വചനത്തിന് വളരെ പ്രാധാന്യം. യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. അതേ ശ്രോതാവേ, ഈ ലോകത്തിൽ നീ എന്തിനെ ആശ്രയിച്ചാലും അതെല്ലാം താൽക്കാലികമാണ്. അപ്പനും അമ്മയുമായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും ബന്ധുമിത്രാദികളായിരുന്നാലും 1000 വർഷം വരെ ആമേൻ ആയുസ്സോടുകൂടി നിൽക്കുന്ന ദേവദാരുവായാൽ പോലും അവയെല്ലാം കടപുഴകി വീഴുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലെ വാസം ഒരിക്കലും ഭൂമിക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, മനുഷ്യന് വേണ്ടി ആയിരിക്കാതെ
ലഭിച്ച സമയം കർത്താവായ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ശ്രോതാവി, കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എല്ലാം ജീവിതത്തിൽ കടന്നു വരും. അവിടെയെല്ലാം യഹോവയിൽ ആശ്രയിച്ച് എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇനി നിൽക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നത്. ഹല്ലേലൂയ. വിവിധ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ, സങ്കടപ്പെടുന്ന, നിരാശ അനുഭവിക്കുന്ന ശ്രോതാവേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, നീ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആയിരിക്കുന്ന ഹല്ലേലൂയ ഒരു അനുഭവത്തിലാണെങ്കിൽ നിന്റെ കണ്ണുകൾ നീ ഉയരത്തിലേക്ക് ഉയർത്തി സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവത്തെയാണ് കാണുന്നതെങ്കിൽ നീ ഒരിക്കലും താളടിയായി പോകുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 118-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. അതേ ശ്രോതാവേ, മനുഷ്യരിൽ ആശ്രയിച്ചാൽ, പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചാൽ അതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും പലപ്പോഴും പലരും ആശ്രയിച്ചിട്ടുണ്ട്. അവരെല്ലാം കൈവിട്ട് കളഞ്ഞപ്പോൾ കൈവിട്ട് കളയാതെ എന്നെ മാറോട് ചേർത്ത് പിടിച്ചത് എൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിലെ നീ കടന്നു പോകുന്ന കഷ്ടതകളുണ്ട്, നീ അനുഭവിക്കുന്ന വേദനകളുണ്ട്, നിന്റെ സങ്കടങ്ങളുണ്ട്, അവിടെയെല്ലാം നിന്നെ താങ്ങി നിർത്തുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നിൻ്റെ കുടുംബജീവിതത്തിൽ വന്ന വീഴ്ചകൾ, ഭർത്താവ് നിന്നെ കൈവിട്ട് കളഞ്ഞു, നിൻ്റെ ഭാര്യ നിന്നെ കൈവിട്ട് കളഞ്ഞു, നിൻ്റെ മക്കളെല്ലാം നിന്നെ കൈവിട്ട് കളഞ്ഞാലും അവിടെയൊന്നും നീ പതറിപ്പോകാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായിരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നീ ജീവിതയാത്ര മുന്നോട്ട് ചെയ്യുന്നെങ്കിൽ നീ ഒരു സ്ഥലത്തും തകർന്നു പോകില്ല. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പങ്കുവെക്കുവാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളും അനുഭവങ്ങളും ദൈവനെ നടത്തുന്ന അത്ഭുതകരമായ വഴികളുമാണ് ഞാൻ ഓരോ ദിവസവും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതേ, ഈ ഭൂമിയിൽ നമുക്ക് ആശ്രയിപ്പാൻ യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, സൂര്യൻ ഇരുണ്ടു പോവുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തും നക്ഷത്രങ്ങൾ വീണു കൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തി ഇളകിപ്പോവുകയും ചെയ്യുമെന്ന് മാർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 25-ാം വാക്യം വായിക്കുന്നു. ആകാശത്തിൻ്റെ ശക്തി ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിപ്പാൻ പോകുന്നുവെന്ന് പേടിച്ച് നോക്കി പാർത്തും കൊണ്ട് മനുഷ്യൻ നിർജീവന്മാരായി പോകുമെന്ന് വെളിപ്പാട് പുസ്തകം 6:13 പറയുന്നു. അതേ, കാണുന്നതെല്ലാം പോകും. ആകാശവും ഭൂമിയും കുടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. എല്ലാം നീങ്ങിപ്പോകുന്നൊരു ദിവസമുണ്ട്. സൂര്യനും ചന്ദ്രനും മാറിപ്പോകുന്ന ദിവസമുണ്ട്. എന്നാൽ നീ ഒരു ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ഒരിക്കലും നീ പതറിപ്പോകാതെ നീ പ്രത്യാശ വച്ചിരിക്കുന്ന നിത്യമായ രാജ്യത്തിലെത്തുവാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ലെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54:10 വായിക്കുന്ന പോലെ സകലരും നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, യുവാവേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നീ ഒരിക്കലും ഏകനല്ല. നിന്നെ അനാഥനായി വിടാതെ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിന്നെ കാത്തു പരിപാലിക്കുവാൻ യേശു ക്രിസ്തുവുണ്ട്. അതുകൊണ്ട് ഇത് പകൽ അവിടെ എവിടെയായി ദൈവത്തിനെ ശ്രമിക്കുന്നവരുണ്ട്, ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവരുണ്ട്, ചെറിയ വലകളിൽ പോകുന്നവരുണ്ട്, കടൽ കാണാൻ വന്നവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ഭൂമിയിൽ നിങ്ങൾ ആശ്രയം വെച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. എന്നാൽ യേശുവിനെ നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നതിന് യേശുവ. ഒരു കൂടി ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. അതേ, നീ അതേ അനുഭവത്തിലേക്ക് വാ. നിന്നെ കാണുവാൻ, കേൾക്കുവാൻ, നിന്നെ അറിയുവാൻ, നിന്നെ ചേർത്ത് പിടിക്കുവാൻ, നിനക്ക് നന്മ നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശുവിനോട് പറയാമോ, യേശുവേ, ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ, എൻ്റെ ഒറ്റപ്പെട്ട അനുഭവങ്ങളെ മാറ്റണമേ, എൻ്റെ സങ്കടങ്ങളെ മാറ്റണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വിവിധ സ്ഥലങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകാതെ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഈ ജനത്തെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കൊടുക്കണം, ആശ്വാസം കൊടുക്കണമേ. ജീവിതത്തിൽ നിരാശയുടെ കടന്നു പോകുന്ന നൊമ്പരപ്പെടുന്ന സകല വിഷയത്തിന് നടുവിലും
സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകലത്തിന്മേലും അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തിയാട്ട്. കണ്ണുനീര് തുടയ്ക്കുന്നവനെ ജനത്തിൻ്റെ ആശ്വാസങ്ങൾക്ക് ഒരു പരിഹാരം നൽകി സമാധാനത്തെ പകരുവാൻ അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.